US-ന്റെ നേതൃത്വത്തിൽ US-ഉം ഇസ്രായേലും ഇറാനെക്കുറിച്ച് സംസാരിക്കാനായി ഒരു ഹൈ ലെവൽ മീറ്റിംഗ് നടത്താൻ പോകുന്നുവെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു അറിയിപ്പ് കൊടുത്തിരുന്നു. ഇതിനിടയിൽ നെതന്യാഹു ഒരു വീഡിയോ റിലീസ് ചെയ്തു. ആ ഒരു വീഡിയോയിൽ പറയുന്നത് ഇസ്രായേലിന് എതിരായ ഒരു നിലപാടാണ് അമേരിക്ക ഇപ്പോൾ എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഇസ്രായേലിന് എതിരായ ചില പ്രവൃത്തികളും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മിലിറ്ററി സഹായങ്ങൾ ഒന്നും അവർ ഞങ്ങൾക്ക് നൽകുന്നില്ല എന്ന് അമേരിക്കയോട് അയാൾക്കുള്ള ദേഷ്യമെല്ലാം ആ ഒരു വീഡിയോയിലൂടെ കാണിച്ചു. ഇപ്പോൾ അമേരിക്കയിൽ നിന്നും ഒരു അറിയിപ്പ് വന്നത് ഈ ഒരു മീറ്റിംഗ് ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. അങ്ങനെ ക്യാൻസൽ ചെയ്യാനുള്ള കാര്യം ഇപ്പോഴും ഒഫീഷ്യലായി അറിയിച്ചിട്ടില്ല. ഈ ഒരു മീറ്റിംഗ് ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു എന്നുള്ള ഒരു അറിയിപ്പ് മാത്രം നൽകി. ഇതിലും വളരെ പ്രധാനപ്പെട്ട കാര്യം, നോർത്ത് കൊറിയയിൽ പോയിരിക്കുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സൈൻ ചെയ്തിരിക്കുന്ന എഗ്രിമെന്റ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു എഗ്രിമെന്റ്, റഷ്യക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ മിലിറ്ററി വൈസ് നോർത്ത് കൊറിയയും കളമിറങ്ങാൻ തയ്യാറെന്നാണ് ആ ഒരു എഗ്രിമെന്റ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു സഖ്യം ഈസ്റ്റേൺ സൈഡിൽ അമേരിക്കയ്ക്ക് എതിരായി രൂപം കൊള്ളുകയാണ്. അതിൽ ചേർന്നിരിക്കുന്ന 2 നാടുകൾ ഇപ്പോൾ റഷ്യയും ഉത്തര കൊറിയയുമാണ്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. നെതന്യാഹുവിനെ സംബന്ധിച്ച് അയാൾ ഈ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആക്രമണത്തിനും വെസ്റ്റേൺ കൺട്രീസിന്റെ സപ്പോർട്ട് ഇസ്രായേലിന് എപ്പോഴും കുറയാൻ പാടില്ല എന്നുള്ളതിൽ അയാൾക്ക് വളരെ വ്യക്തമായ നിലപാടാണുള്ളത്. കാരണം നേരത്തെ ഗാസയ്ക്കുള്ളിൽ നടന്ന ആക്രമണം, പ്രധാനമായും റാഫേൽ നടന്ന ആക്രമണത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കണ്ടു. അങ്ങനെ ഒരു ആക്രമണം നടത്താൻ പാടില്ല എന്ന് അമേരിക്ക ഒരുപാട് തവണ വാണിംഗ് കൊടുക്കുന്നത് പോലെ പറഞ്ഞാലും, അല്ലെങ്കിൽ ഒരുപാട് കൺട്രീസ് ഈ ഒരു സഹായം നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് അമേരിക്കയ്ക്ക് ഒരു പ്രഷർ കൊടുത്താൽ പോലും ഇതൊന്നും അമേരിക്ക കേട്ടില്ല. സഹായം വീണ്ടും ഇസ്രായേലിന് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ആ ഒരു ധൈര്യത്തിൽ നെതന്യാഹു അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അമേരിക്ക, ഇസ്രായേൽ ഇവർ തമ്മിലുള്ള ഒരു ഗെയിം പ്ലാൻ അനുസരിച്ച് പുറമെ ഞാൻ നിന്നെ വഴക്ക് പറയുന്നത് പോലെ പറയും, അല്ലെങ്കിൽ അടിക്കുന്നത് പോലെയോ അഭിനയിക്കാം, നീ അതിന് കരയുകയോ നിലവിളിക്കുകയോ തിരിച്ച് ചോദ്യം ചോദിക്കുകയോ ചെയ്യുക. അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ, അങ്ങനെ ഒരു ഗെയിം പ്ലാനിലാണ് ഇവർ രണ്ടുപേരും ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അമേരിക്കയെ കൊണ്ട് ഡയറക്റ്റ് ഇസ്രായേൽ ചെയ്യുന്ന ഏതൊരു കാര്യത്തെയും ചെയ്യരുത് എന്ന് പറയാനും സാധിക്കുന്നില്ല, എന്തെന്ന് ചോദിക്കാനും കഴിയുന്നില്ല, തടയാനും സാധിക്കുന്നില്ല. ഇതിന് നല്ലൊരു ഉദാഹരണം എന്തെന്ന് ചോദിച്ചാൽ, ഒരു ഭാഗത്ത് ഒഫൻസീവ് ഓപ്പറേഷന് ഗാസയ്ക്കുള്ളിൽ മനുഷ്യർക്ക് നേരെ ആക്രമണത്തിനായി ഉപയോഗിക്കുന്ന മിസൈൽസ് ഞങ്ങൾ നൽകില്ല എന്ന് പറഞ്ഞിട്ട് കൂടിയും ഇൻഡയറക്റ്റായി ബ്രിട്ടൻ വഴി അതേ രീതിയിലുള്ള ആയുധങ്ങൾ ഇസ്രായേലിന് കൊടുക്കാനുള്ള ജോലിയും അമേരിക്ക ചെയ്യുന്നുണ്ട്. ഇതൊരു ചെറിയ ഉദാഹരണം മാത്രമാണ്. ഇങ്ങനെ ഉള്ളപ്പോൾ നെതന്യാഹു ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു, നമ്മൾ എന്ത് തന്നെ ചെയ്താലും നമ്മുടെ പുറകിൽ അമേരിക്കയുണ്ട്. ആ ഒരു കാര്യം വച്ചുകൊണ്ട് ഗാസയെ മുഴുവനായും നമ്മുടെ കൺട്രോളിലേക്ക്, അല്ലെങ്കിൽ വിചാരിച്ചാൽ പോലും അവിടെ നിന്ന് ഏതൊരു അറ്റാക്കും നടത്താൻ കഴിയാത്ത രീതിക്ക് അവിടെയുള്ള ജനങ്ങളെ എത്രത്തോളം ചിതറിക്കാൻ കഴിയുമോ അങ്ങനെയുള്ള എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിനിടയിൽ ഇറാനും ഇസ്രായേലിനും ഇടയിൽ ഈ ഒരു മോശമായ ബന്ധം ശരിയാക്കണം, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു ദേഷ്യം കുറയ്ക്കാനായി അമേരിക്ക ഒരു തീരുമാനത്തിൽ വന്നു. അതനുസരിച്ച് ഇസ്രായേലിനും US-ലെ ഹൈ ഒഫീഷ്യൽസിനും ഇടയിൽ ഒരു ഹൈ ലെവൽ മീറ്റിംഗ് ഈ മാസത്തിനുള്ളിൽ നടക്കും എന്ന ഒരു അറിയിപ്പ് വൈറ്റ് ഹൗസിൽ നിന്നും ചില ദിവസങ്ങൾക്ക് മുൻപ് വന്നിരുന്നു. ഈ അറിയിപ്പ് വന്നു കഴിഞ്ഞിട്ട്, അതായത് ഇന്ന് നെതന്യാഹു ഒരു വീഡിയോ റിലീസ് ചെയ്തു. ആ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ അയാൾ പറഞ്ഞാലും പ്രധാനമായി പറഞ്ഞ കാര്യം അമേരിക്കയെ വെറുപ്പിക്കുന്ന രീതിയിലായിരുന്നു. അമേരിക്കയുടെ പ്രവർത്തികൾ എന്നത് ഇസ്രായേലിന് ഇപ്പോൾ എതിരായിട്ടാണുള്ളത്. അമേരിക്ക ഇപ്പോൾ ഞങ്ങളെ സഹായിക്കുന്നില്ല. അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിനെ സപ്പോർട്ടായി ചെയ്യുന്ന കാര്യങ്ങളെക്കാട്ടിലും ഇസ്രായേലിന് എതിരായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ഡയറക്റ്റ് അമേരിക്കയെ പറഞ്ഞ് സംസാരിച്ചു. ആ ഒരു വീഡിയോ റിലീസായതിനു ശേഷം ലോകം മുഴുവനും ട്വിറ്റർ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ എല്ലാ ഹാൻഡിൽസിലും ഈ ഒരു വീഡിയോ വൈറലായി. ഇത് കഴിഞ്ഞ് അമേരിക്ക ഉടൻ തന്നെ ഈ ഒരു മീറ്റിംഗ് ക്യാൻസൽ ചെയ്യുന്നു. മീറ്റിംഗ് എന്ത് കാരണം കൊണ്ട് ക്യാൻസൽ ചെയ്യുന്നു എന്ന അറിയിപ്പ് പോലും നൽകാതെ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തു. ഇത് നടന്നതിൻ്റെ പ്രധാന കാരണമായി ഒരുപാട് പേർ പറയുന്നത് നെതന്യാഹുവിനും അമേരിക്കയ്ക്കും ഇടയിൽ ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നെതന്യാഹുവിൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ആ മീറ്റിംഗ് അമേരിക്ക ക്യാൻസൽ ചെയ്തത് എന്ന്. എന്നാൽ ഇതിന് പുറകിൽ മറ്റ് പല കാരണങ്ങളുണ്ട്. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ ഒരു വീഡിയോ കാരണമാണ് ഈ മീറ്റിംഗ് ക്യാൻസൽ ആയതുപോലെ തോന്നാം. എന്നാൽ അടുത്ത ഘട്ട ആയുധങ്ങൾ നൽകാൻ അമേരിക്ക ചെയ്യുന്ന ഒരു ഗെയിം ആയിരിക്കാനുള്ള സാധ്യതയും ഒരുപാടുണ്ട്. അടുത്ത് നോർത്ത് കൊറിയയാണ്. നോർത്ത് കൊറിയയിലേക്ക് പോയ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരുപാട് എഗ്രിമെന്റ് സൈൻ ചെയ്തു. അതിൽ വളരെ പ്രധാനപ്പെട്ടതായി കണക്കാക്കുന്നത് നോർത്ത് കൊറിയയ്ക്കും റഷ്യയ്ക്കും ഇടയിൽ സൈൻ ആയിട്ടുള്ള സ്ട്രാറ്റജിക് എഗ്രിമെന്റ് ആണ്. ഈ എഗ്രിമെന്റ് അനുസരിച്ച് 2 നാടുകളും ഒറ്റ സ്വരത്തിൽ ഒരു കാര്യം പറഞ്ഞു, നോർത്ത് കൊറിയയ്ക്ക് നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, നാളെ ഒരു മിലിറ്ററി സഹായം ആവശ്യമാണെങ്കിൽ റഷ്യൻ ട്രൂപ്സ്, റഷ്യയുടെ ആയുധങ്ങൾ നോർത്ത് കൊറിയയിലേക്ക് ഇറങ്ങും. അപ്പോൾ നോർത്ത് കൊറിയ എന്തായിരിക്കും ചെയ്യുക?
റഷ്യയ്ക്ക് എന്തെങ്കിലും സഹായം ആവശ്യമാണ്, റഷ്യയ്ക്ക് മിലിറ്ററി വൈസ് ആയുധങ്ങൾ ആവശ്യം വന്നാൽ ഡയറക്റ്റ് നോർത്ത് കൊറിയ റഷ്യയ്ക്കുള്ളിലേക്ക് കടക്കുമെന്നും അല്ലെങ്കിൽ അവരുടെ യുദ്ധത്തിലേക്ക് കടക്കുമെന്ന വളരെ പ്രധാനപ്പെട്ട എഗ്രിമെന്റ് ഈ രണ്ട് നാടുകൾക്കുമിടയിൽ സൈൻ ആയിട്ടുണ്ട്. ഈ ഈസ്റ്റേൺ നേഷൻസിനെ സംബന്ധിച്ചിടത്തോളം ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ നാടുകളെ സംബന്ധിച്ച് വലിയ മിലിറ്ററി അലയൻസ് ഏത് നാടിനുമിടയിലും ഇല്ല. ക്വാഡ് പോലുള്ള ചില സംഘടനകൾ ഉണ്ടെങ്കിലും ഇവയെല്ലാം സ്ട്രാറ്റജിക്കൽ ട്രേഡ് വൈസ് പാർട്ട്ണർഷിപ്പ് മാത്രമാണുള്ളത്. അതിനപ്പുറം വലിയ രീതിയിലുള്ള മിലിറ്ററി വൈസ് ഓർഗനൈസേഷൻസ് ഏതൊരു നാടുകൾക്കുമിടയിലുമില്ല. എന്നാൽ നാറ്റോയെ നോക്കിയാൽ മുഴുവനായും മിലിറ്ററിക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു സംഘടനയാണ്. അവരുടെ മിലിറ്ററി സ്ട്രാറ്റജിക് ബന്ധം ദൃഢപ്പെടുത്താൻ നിർമ്മിച്ചതാണ്. ഇപ്പോൾ റഷ്യയ്ക്കും നോർത്ത് കൊറിയയ്ക്കും ഇടയിലുണ്ടായ ഈ ഒരു തുടക്കം പുതിയൊരു അധ്യായമാണ്. അതിലും ഈ ചേർന്നിരിക്കുന്ന രണ്ട് നാടുകൾ വളരെ പ്രധാനപ്പെട്ട ആയുധ നാടുകളാണ്. അതാരും മറക്കാൻ പാടില്ല. അടുത്തതായി പ്രസിഡന്റ് പുടിൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അമേരിക്ക റഷ്യയ്ക്ക് നൽകിയ സാമ്പത്തിക ഉപരോധം കാരണം വെസ്റ്റേൺ കൺട്രീസിനുണ്ടാകുന്ന നേട്ടങ്ങളെക്കാട്ടിലും അവർക്ക് നഷ്ടങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ഞങ്ങളുടെ ഗ്യാസ് യൂറോപ്യൻ കോണ്ടിനെന്റിൽ നൽകുന്നത് വരെയും അവർ കുറഞ്ഞ വിലയിൽ കൂടുതൽ ഗ്യാസ് വാങ്ങിക്കൊണ്ടിരുന്നു. എന്നാൽ എപ്പോഴാണോ റഷ്യയുടെ ഗ്യാസസിനെ സ്റ്റോപ്പ് ചെയ്ത് അമേരിക്കയുടെ ഗ്യാസസ് അവിടെ ഫ്ലോ ആകാൻ തുടങ്ങിയത്, അപ്പോൾ മുതൽ ഈ ഒരു സ്ഥിതി മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനാൽ അമേരിക്ക ചെയ്യാൻ പോകുന്ന ഈ കാര്യങ്ങൾ കാരണം ബാധിക്കപ്പെടുന്നത് യൂറോപ്യൻ ഭൂഖണ്ഡത്തിലുള്ള പാവപ്പെട്ട ജനങ്ങളാണെന്ന് വീണ്ടും ഒരു കാര്യം കൂടെ പറഞ്ഞു. അമേരിക്കയിൽ നിന്നും ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു. അമേരിക്കയിൽ 20% ജനങ്ങൾക്ക് ശരിയായ സൗകര്യങ്ങളില്ല. വീടുണ്ടായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ സാമ്പത്തികമായി വല്ലാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണ്. ഉക്രൈനിലേക്ക് കൊടുക്കുന്ന പല $1 മില്യൺ സഹായം അവസാനിപ്പിച്ചിട്ട് അതിൽ കുറച്ച് പണം ചിലവാക്കിയാൽ മാത്രം മതി സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമായ സഹായം ചെയ്യാൻ സാധിക്കും. ഇത് അമേരിക്ക മാത്രം പറയുന്നതല്ല, ലോകത്തിലെ എല്ലാ നാടുകൾക്കും ഇത് ചേരും. അടുത്തത് മാർസിലെ പ്രിസർവേഷൻ റോളർ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തം നടത്തി. നമ്മുടെ നാട്ടിൽ ഒരു കിണർ കുഴിക്കുമ്പോൾ അടിയിൽ പാറകൾ ഉണ്ടാകും. ഓരോ ലെയറായി പാറകൾ ഉണ്ടാകും. മുകളിൽ കളിമണ്ണ് കൊണ്ടുള്ളതായിരിക്കും, അടിയിലേക്ക് പോകുമ്പോൾ കുറച്ച് കട്ടിയുള്ളതായിരിക്കും. ഇങ്ങനെ ലെയറായി പാറകൾ ഉണ്ടാകും. ഇതിൽ ജലപാറകൾ എന്ന ഒന്നുണ്ട്. അധികം കട്ടിയൊന്നും കാണില്ല. അതിന്റെ ജോലി എന്തെന്ന് ചോദിച്ചാൽ ഭൂമിക്കടിയിലുള്ള വെള്ളത്തിന്റെ ഒഴുക്കിനെ ശരിയാക്കുന്നതും ആ വെള്ളത്തെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതുമാണ് ഈ പാറകളുടെ പ്രധാനപ്പെട്ട ജോലി. അങ്ങനെയുള്ള ഇതുപോലുള്ള പാറകൾ മാർസിലും ഈ പ്രിസർവേഷൻ റോളർ കണ്ടുപിടിച്ചു. അതിനാൽ ഇതൊരു കാര്യം കൺഫേം ചെയ്യുന്നുണ്ട്. പണ്ടൊരു കാലത്ത് മാർസിലും ഭൂമിയെ പോലെ തന്നെ നല്ലൊരു കാലാവസ്ഥ ഉണ്ടായിരുന്നു, വെള്ളമുണ്ടായിരുന്നു. എന്നാൽ ഭൂമിയിലുള്ളതുപോലുള്ള അന്തരീക്ഷമോ ഓസോൺ ലെയറോ ഇല്ലാത്തത് കൊണ്ട് ആ ഒരു രീതി നശിക്കാൻ തുടങ്ങുകയും ഇന്ന് മാർസ് എന്ന ഗ്രഹം ജീവിക്കാൻ യോഗ്യമല്ലാത്തൊരു സ്ഥലമായി മാറി. ഒരു പക്ഷെ അന്ന് ഭൂമിയെ പോലെ തന്നെ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ മാർസും ഇന്ന് രണ്ടാമത്തെ ഭൂമിയെ പോലെ ഭൂമിക്ക് അടുത്ത് തന്നെ ഉണ്ടായിരിക്കുമായിരുന്നു. അടുത്തത് ചിപ്പ് ഉൽപാദനത്തിൽ നമ്പർ 1 സ്ഥലത്തുള്ള നിവിഡിയ ഗ്രൂപ്പ് ഇപ്പോൾ ലോകത്തിലെ വളരെ സക്സസ്ഫുൾ ആയ കമ്പനിയായി മാറി. ഇവരുടെ മുഴുവൻ മാർക്കറ്റ് വാല്യൂ 3.3 ട്രില്യൺ കഴിഞ്ഞ് മൈക്രോസോഫ്റ്റിനെയും ഓവർടേക്ക് ചെയ്ത് അത്ര വലിയൊരു അച്ചീവ്മെന്റ് നടത്തി. വരും കാലത്തെ നോക്കി ഈ ഒരു ലോകം നീങ്ങുന്നു എന്നുള്ളത് ഇങ്ങനെയുള്ള ചിപ്പ് മാനുഫാക്ചറേഴ്സ് കമ്പനി പറഞ്ഞു തരുന്നുണ്ട്. ഹൂതികളിൽ നിന്നും ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. മറ്റൊരു ബ്രിട്ടൻ മെയ്ഡ് കപ്പൽ ഞങ്ങൾ അറ്റാക്ക് ചെയ്തു. ആ കപ്പൽ കടലിൽ മുങ്ങിയെന്ന് വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ചില ദിവസങ്ങൾക്ക് മുൻപാണ് ഉക്രൈന്റെ ഒരു കച്ചവട കപ്പലിനെയും ഇവർ തകർത്തത്. ഇപ്പോൾ അടുത്ത ബ്രിട്ടന്റെ ഒരു കപ്പലിനെയും ഇവർ നശിപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള എവിഡൻസും ഓൺലൈനിൽ ഇപ്പോൾ പടരുന്നുണ്ട്. ആ ഒരു കപ്പൽ കടലിലേക്ക് മുങ്ങിയെന്ന് പറയുന്ന സ്ഥലത്ത് കപ്പലിന്റെ ചില ഭാഗങ്ങളും അതിൽ നിന്നും ലീക്കായ ഓയിലിന്റെ ഫ്ലോ ഇങ്ങനെ എല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോയുടെ അവസാനത്തിൽ ചോദിക്കാനുള്ളത് പ്രധാനമായി ഇസ്രായേൽ അമേരിക്ക ഈ റിലേഷൻഷിപ്പ് എന്നത് പുറം ലോകത്തിന് അവരുടെ ബന്ധം തകർന്നതുപോലെ കാണിക്കാൻ വേണ്ടി അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ? അതോ സത്യത്തിൽ നെതന്യാഹുവിനും ബൈഡനും ഇടയിൽ ഈ രണ്ട് നാട് ഗവൺമെന്റിനും ഇടയിൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നോർത്ത് കൊറിയ, റഷ്യ ഈ പുതിയൊരു സഖ്യം ഒരാൾക്ക് വീഴ്ചയുണ്ടാകുമ്പോൾ മറ്റൊരാൾ വന്ന് നിൽക്കും എന്ന് പറയുന്ന എഗ്രിമെന്റ്, ഈ ഒരു എഗ്രിമെന്റിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളതും കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.